Hi, I'm Dr. Asha Rajiv. So, diabetic പേഷ്യൻറ്റോ തൈറോയിഡുള്ളൊരു പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻറ്റിലോ അവർ പൊതുവേ കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഷോൾഡർ ജോയിനിലുള്ള പെയിനും സ്റ്റിഫ്നെസ്സും. ഇത് ഫ്രോസൺ ഷോൾഡർ അഥവാ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൊണ്ടാണ്. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഷോൾഡർ ജോയിനിലുള്ള ക്യാപ്സ്യൂള് ടൈറ്റൻ ആവുകയും തിക്കൻഡ് ആവുകയും അവിടെ സ്കാർ ടിഷ്യൂസ് ഫോം ചെയ്യുകയും കംപ്ലീറ്റ് ഒരു ലോക്കായിട്ട് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ പെയിനും സ്റ്റിഫ്നെസ്സും അനുഭവപ്പെടുകയും കൈ ഉയർത്താൻ ബുദ്ധിമുട്ടാവുകയും തുടങ്ങുന്നു. ഇത് കൂടുതലും 40-നും 60-നും ഇടയ്ക്കുള്ള ആളുകളിലാണ് കണ്ടുവരുന്നത്. കൂടുതലും ലേഡീസിലാണ് കണ്ടുവരുന്നത്. ഇത് നമ്മൾക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഫ്രീസിങ് സ്റ്റേജ് എന്നും ഫ്രോസൺ സ്റ്റേജ് എന്നും തോയിങ് സ്റ്റേജ് എന്നും. ഫ്രീസിങ് സ്റ്റേജിലാണെങ്കിൽ പെയിനും ഉണ്ടായിരിക്കും, മൂവ്മെൻറ്റ് ചെറുതായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. പക്ഷേ ഫ്രോസൺ സ്റ്റേജിലാണെങ്കിൽ പെയിൻ കുറഞ്ഞു തുടങ്ങും, പക്ഷേ മൂവ്മെൻറ്റ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആകും. തോയിങ് സ്റ്റേജിലാണെങ്കിൽ ഓവർ ദ ടൈം ഇത് പതുക്കെ ബാക്ക് ടു നോർമലായി വരുന്നതാണ്. അപ്പോൾ എങ്ങനെ ഫ്രോസൺ അല്ലെങ്കിൽ ഒരു പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് ഉള്ള ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റ് നിർബന്ധമായിട്ട് നമ്മൾക്ക് അവർക്ക് ഡയബറ്റീസോ അല്ലെങ്കിൽ അവർക്ക് തൈറോയ്ഡ് ഇല്ലെന്നോ അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് അല്ലെന്നോ ഉറപ്പ് വരുത്തുക. ഇതേപോലെ തന്നെ ഷോൾഡറിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഷോൾഡർ സർജറി കഴിഞ്ഞൊരു ക്ലയൻറ്റ് ആണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇതിൽ നമ്മൾക്ക് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്, ഇൻക്ലൂഡിങ് നസ്യ. ഇത് കൂടാതെ തന്നെ നമ്മൾ ഷോൾഡർ ഇമ്മൊബിലൈസേഷൻ പോലുള്ള എക്സസൈസും കൂടി നൽകുകയും 3 മാസം കൊണ്ട് തന്നെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് അവർക്ക് എത്താനും പറ്റുന്നതാണ്. താങ്ക് യു സോ മച്ച്.